പ്രവാസി വോട്ടർമാർ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണെന്ന് അറിയാമോ? അത് നമ്മുടെ മലപ്പുറമാണ്. കേരള രാഷ്ട്രത്തിന്റെ സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്ന മലപ്പുറം ജില്ലയിൽ ഇത്തവണ മുന്നണികളുടെ നെഞ്ചെടുപ്പ് അല്പം കൂടുതലാണ്. ലക്ഷക്കണക്കിന് പ്രവാസികളുള്ള ഈ മണ്ണിൽ തെരഞ്ഞെടുപ്പ് ഫലത്തെ അട്ടിമറിക്കാൻ ശേഷിയുള്ള ഒരു വലിയ വോട്ട് ബാങ്ക് കടലിനക്കരെ കുടുങ്ങിക്കിടക്കുകയാണ്. അതാണ് മുന്നണികളുടെ നെഞ്ചെടുപ്പ് കൂടാൻ കാരണം. ഓരോ വോട്ടും അമൂല്യമായ പോരാട്ടത്തിൽ പ്രവാസികൾ നാട്ടിലെത്തുമോ എന്നത് വെറും ഒരു ചോദ്യം മാത്രമല്ല, മുന്നണികളുടെ ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്ന നിർണായക ഘടകം കൂടിയാണ്. വിമാന ടിക്കറ്റ് നിരക്കുകൾ ആകാശത്തോളം ഉയർന്നതും മിഡിൽ ഈസ്റ്റിലെ കലുഷിതമായ സാഹചര്യങ്ങളും ചേർന്ന് മലപ്പുറത്തെ വോട്ട് യന്ത്രങ്ങളിൽ എന്ത് മാറ്റമുണ്ടാക്കും? ആകാംക്ഷയോടെ രാഷ്ട്രീയ കേരളം മലപ്പുറത്തേക്ക് ഉറ്റുനോക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ മുന്നണികളുടെ നെഞ്ചിൽ തീയാണെന്ന് പറയാതെ വയ്യ. പ്രവാസികൾ വോട്ട് രേഖപ്പെടുത്താൻ നാട്ടിലെത്തുമോ എന്നാണ് അവരുടെ ഇപ്പോഴത്തെ ആശങ്ക. ജില്ലയിൽ 41,962 പ്രവാസി വോട്ടർമാരാണുള്ളത്. ഇതിൽ 37,055 പേർ പുരുഷന്മാരും 4,906 സ്ത്രീകളും ഒരു ട്രാൻസ്ജെൻഡറുമാണ് വരുന്നത്. ചെറിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മണ്ഡലങ്ങളിലെല്ലാം മുന്നണികൾക്ക് പ്രവാസി വോട്ടുകൾ ഏറെ നിർണായകമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം പ്രത്യേക വിമാനങ്ങൾ ഏർപ്പെടുത്തി പ്രവാസി വോട്ടർമാരെ നാട്ടിൽ എത്തിച്ചിരുന്നെങ്കിലും ഇത്തവണ അനുകൂല സാഹചര്യമല്ലെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത. ചെറിയ പെരുന്നാളും വിഷുവും മധ്യവേനൽ അവധിയും എല്ലാം കണക്കിലെടുത്ത് ഭൂരിഭാഗം പ്രവാസികളും നാട്ടിലേക്ക് വരാൻ പദ്ധതിയിട്ടിരുന്നെങ്കിലും പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സ്ഥിതിഗതികൾ അനുകൂലമായിരുന്നില്ല അവർക്ക്. മാത്രമല്ല, വിമാനങ്ങളുടെ കുറവും വർദ്ധിച്ച ടിക്കറ്റ് നിരക്കും സ്ഥിതിഗതികൾ കൂടുതൽ ഗുരുതരമാക്കി. ആഭ്യന്തര വിമാന ടിക്കറ്റ് നിരക്കുകൾക്കുള്ള നിയന്ത്രണവും പിൻവലിച്ചിട്ടുണ്ട്. അതും ഇക്കാര്യത്തിൽ ഒരു തിരിച്ചടിയായി മാറി. മുൻ വർഷങ്ങളിലെല്ലാം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വോട്ടിനോടനുബന്ധിച്ച് നാട്ടിലെത്തിയിരുന്ന പ്രവാസികൾ ഏറെയായിരുന്നു. എന്നാൽ നിലവിൽ നാട്ടിലെത്തണമെങ്കിൽ കഷ്ടപ്പെട്ട് സ്വരൂപിച്ച സമ്പാദ്യമെല്ലാം ടിക്കറ്റിനായി മാറ്റിവെക്കേണ്ട അവസ്ഥയാണ്. 2 ഇരട്ടിയിലധികമാണ് വിമാന ടിക്കറ്റ് നിരക്ക്. ഗൾഫിലെ സ്കൂളുകളിലെല്ലാം ഓൺലൈൻ പഠനം നീട്ടിയതും CBSE 10+2 പരീക്ഷകൾ അനിശ്ചിതമായി നീട്ടിവെച്ചതുമെല്ലാം ഒരു കാരണമാണ് നാട്ടിലെത്താതിരിക്കാൻ. ടിക്കറ്റ് നിരക്കും വിമാന സർവീസുകളുടെ കുറവുമാണ് മറ്റൊരു പ്രധാന വെല്ലുവിളി. കരിപ്പൂർ വിമാനത്താവളത്തിലെ 35 ആഭ്യന്തര അന്താരാഷ്ട്ര വിമാന സർവീസുകളിൽ 12 എണ്ണം പശ്ചിമേഷ്യൻ യുദ്ധ പശ്ചാത്തലത്തിൽ റദ്ദാക്കിയിട്ടുണ്ട്. ഇവ എന്നു മുതൽ പുനരാരംഭിക്കുമെന്നോ വിമാന ടിക്കറ്റ് നിരക്ക് എപ്പോൾ കുറയുമെന്നോ ആർക്കും ഒരു നിശ്ചയവുമില്ല. പ്രതിസന്ധികൾക്കിടയിലും വോട്ടർമാരെ എത്തിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് മേൽ കടുത്ത സമ്മർദ്ദമുണ്ട്. ചെറിയ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ ജയിച്ച മണ്ഡലങ്ങളിൽ ഒരു പ്രവാസി വോട്ട് പോലും പാഴാക്കാൻ മുന്നണികൾ തയ്യാറല്ല. മലപ്പുറത്തെ 41,962 പ്രവാസി വോട്ടർമാരുടെ ഓരോ തീരുമാനവും ഈ തെരഞ്ഞെടുപ്പിൽ ചരിത്രമായേക്കാം. വോട്ടിനോടുള്ള ആവേശം പ്രവാസികളിൽ ഉണ്ടെങ്കിലും കഠിനമായി സമ്പാദിച്ച തുക വിമാന കമ്പനികൾക്ക് അമിത ലാഭമായി നൽകേണ്ടി വരുന്നത് അവരുടെ ആവേശം കെടുത്തുന്നതാണ്. ഭരണകൂടങ്ങളുടെ ഇടപെടൽ വഴി വിമാന ടിക്കറ്റ് നിരക്കുകളിൽ ഇളവ് വരികയോ കൂടുതൽ സർവീസുകൾ ഏർപ്പെടുത്തുകയോ ചെയ്യാത്ത പക്ഷം ജനാധിപത്യ പ്രക്രിയയിലെ പ്രവാസികളുടെ പങ്കാളിത്തം ഇത്തവണ വലിയ തോതിൽ കുറഞ്ഞേക്കാം. ഈ പ്രതിസന്ധി അതിജീവിച്ചവർ നാട്ടിലെത്തുമോ അതോ മലപ്പുറത്തെ വോട്ട് നിലയിൽ അവർ നിശബ്ദരാകുമോ എന്നത് വരും ദിവസങ്ങളിലെ മാറ്റങ്ങളെ ആശ്രയിച്ചിരിക്കും. വോട്ടെന്നത് ഒരു അവകാശത്തിനപ്പുറം വലിയൊരു സാമ്പത്തിക ബാധ്യതയായി മാറുന്ന പ്രവാസി ദുരവസ്ഥയ്ക്ക് പരിഹാരം അനിവാര്യമാണ്. മണലാരണ്യത്തിലെ വിയർപ്പ് തുള്ളികൾ വോട്ടായി മാറാൻ നാട്ടിലെത്തുമോ എന്ന ആകാംക്ഷയിലാണ് സ്ഥാനാർത്ഥികൾ. പശ്ചിമേഷ്യയിലെ അശാന്തിയും വിമാനയാത്രയിലെ പ്രതിസന്ധികളും പ്രവാസിയുടെ ജനാധിപത്യ അവകാശത്തിന് മേൽ കരിനിഴൽ വീഴ്ത്തുമ്പോൾ മലപ്പുറത്തെ തെരഞ്ഞെടുപ്പ് കളം ആവേശകരമായ ഒരു വഴിത്തിരിവിലേക്കാണ് നീങ്ങുന്നത്. ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ കരുത്തായ വോട്ടവകാശം വിനിയോഗിക്കാൻ സാമ്പത്തികവും ഭൂമിശാസ്ത്രപരമായ തടസ്സങ്ങൾ വെല്ലുവിളിയാകുന്നത് ആശങ്കാജനകമാണ്. പ്രവാസിയുടെ വിരലിലെ മഷിയടയാളത്തിനായി മലപ്പുറം കാത്തിരിക്കുന്നു. പക്ഷെ പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ പ്രവാസികൾക്ക് അത്ര അനുകൂലമല്ല.